മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറാണെങ്കിൽ കണ്ണനെയും കൂട്ടി പോകുന്ന മേഘനാഥനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വളരെ വിഷമത്തോട് നിൽക്കുകയാണ് സാഗർ. എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ. അതേസമയം കണ്ണൻ്റെ ഡ്രൈവറാണെങ്കിൽ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് സാഗറിനോടായിട്ട് പറയുന്നുണ്ട് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, കണ്ണൻ സാറിന് എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ മാർക്കോനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സാഗറാണെങ്കിൽ മാർക്കോനെ വിളിച്ച് വിവരം പറയുന്നു. പിന്നീട് മേഘനാഥനും കണ്ണനും കൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ മനസ്സിൽ പല ചിന്തകളും ആലോചിച്ചു കൊണ്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ എന്തിനാ കണ്ണ പേടിക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തോട്ട് വേണം പോകാൻ, എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. പിന്നീട് സാഗർ പറഞ്ഞതനുസരിച്ച് ലേഖയുടെ വീട്ടിലെത്തുകയാണ് മഞ്ജു. എന്നിട്ട് മഹാലക്ഷ്മിയുടെ ലേഖയുമായിട്ട് പറയുന്നുണ്ട്, ആ മേഘനാഥനാണെങ്കിൽ കണ്ണേറ്റനെയും കൂട്ടി എങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, എന്താണോ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് വളരെയേറെ വിഷമിക്കുകയാണ് മഹാലക്ഷ്മി. നീ എത്രയും പെട്ടെന്ന് കണ്ണേട്ടനെ വിളിക്കുന്നെല്ലാം മഹാലക്ഷ്മി മഞ്ജുവിനോട് നിർബന്ധിപ്പിക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ കണ്ണനെ വിളിക്കുന്നുണ്ട്. അതേസമയം കണ്ണൻ്റെ ഫോണാണെങ്കിൽ റിങ് അടിക്കുമ്പോൾ കണ്ണൻ ആകെ വിഷമിക്കുകയാണ്. ആരാണ് എന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മേഘനാഥൻ എന്നാലും മഞ്ജു ആണ് വിളിക്കുന്നതെന്ന് പറയാം. എഴുക്ക് നീ എൻ്റെ കൂടെയാണെന്ന് സ്പീക്കർ ഫോണിലിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന കണ്ണനാണെങ്കിൽ മഞ്ജുവിനെ വഴക്ക് പറയുന്നുണ്ട്, നിന്നോട് എന്നെ വിളിക്കരുതെന്നല്ലേ പറഞ്ഞത്, ഇനി എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ എവിടെയാണെന്നെല്ലാം ചോദിക്കുമ്പോൾ അത് നീ എവിടെയാണെങ്കിൽ നീ എന്തിനാണ് അതെല്ലാം അറിയുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് കണ്ണൻ. ഇതെല്ലാം കേട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയാണ് മേഘൻ. എന്നിട്ട് പറയുന്നത്, നീ എന്തിനാണ് മഞ്ജുവിനോട് പറഞ്ഞത്, എവിടെയാണെന്നറിയില്ല എന്ന്, എൻ്റെ കൂടെയാണെന്ന് പറയാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. നടക്കാൻ തുടങ്ങിയതുകൊണ്ട് കണ്ണേട്ടന് എന്ത് പറഞ്ഞാലും ഇപ്പോൾ യാതൊരുവിധ അനുസരണയുമില്ല. കണ്ണേട്ടന് എന്ത് തോന്നുന്ന പോലെയൊക്കെ ചെയ്ത് കൂട്ടുകയാണ്. എനിക്ക് എന്ത് പേടിയാകുന്നു മഞ്ജു, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയാണ്. പിശാചിൻ്റെ മനസ്സുള്ളവൻ്റെ കൂടെയാണ് കണ്ണേട്ടൻ പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്നറിയില്ല എന്ന് ആദ്യം പിടിക്കുകയാണ് മഹാലക്ഷ്മി. അങ്ങനെ മഹാലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട് മഞ്ജുവും ലേഖയും, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അങ്ങനെ ആ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുന്ന മേഘനാഥനാണെങ്കിൽ കണ്ണനോട് എഴുന്നേൽക്കാനായിട്ട് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് വീൽ ചെയർ ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അത് ഞാൻ മറന്നു പോയെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ വീൽ ചെയർ എടുക്കാനായിട്ട് മേഘനാഥൻ പുറത്തോട്ട് പോകുന്നു. ഇവൻ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കണ്ണന് മനസ്സിലാകുന്നു. അതേസമയം അങ്ങോട്ടേക്ക് എത്തുകയാണ് നമ്മുടെ മാർക്കോനെ കാണുന്നത് മേഘനാഥനൊന്ന് ഭയക്കുന്നുണ്ട്. തൻ്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞുവല്ലോ എന്ന് മാർക്കോനെ കാണുമ്പോൾ തന്നെ മേഘനാഥന് മനസ്സിലാകുന്നു. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, നീ എങ്ങോട്ടാടാ സാറിനെയും കൊണ്ട് വന്നിരിക്കുന്നത്, ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ ആണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മാർക്കോനെ പിന്തുടർന്ന് പോകുന്ന മേഘനാഥൻ്റെ മനസ്സിലാണെങ്കിൽ പല ചിന്തകളും നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ തന്നെ മാർക്കോയുടെ പിറകെ പോവുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ പോകുന്നത്, പതിയെ മാർക്കോ മുമ്പിൽ പോകുന്നത് നീ കണ്ടില്ലേ എന്ന് പറയുകയാണ്. അവനങ്ങ് തീരുന്നെങ്കിൽ തീരട്ടടാ എന്നെല്ലാം മേഘനാഥൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഞെട്ടിപ്പോകുന്നുണ്ട് നമ്മുടെ കണ്ണൻ. പിന്നീട് മഹിയാണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, മാർക്കോ കൂടെ പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് മഞ്ജു, അതുകൊണ്ട് മാർക്കോനെ നീ ഒന്ന് ഫോൺ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അത് പ്രകാരം മഞ്ജു ആണെങ്കിൽ മാർക്കോനെ ഫോൺ ചെയ്യുമ്പോഴേക്കും മാർക്കോയുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഭയക്കുന്നു. മാർക്കോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഇനി എന്തൊക്കെ നടക്കുമോ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ പ്രാർത്ഥനയിൽ തന്നെ മുഴുകുകയാണ്. അങ്ങനെ എൻ്റെ കണ്ണേട്ടൻ ഒന്നും സംഭവിക്കില്ല ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ആകെ വളരെ വിഷമിക്കുന്നുണ്ട്. കണ്ണേട്ടനൊന്നും സംഭവിക്കില്ല എടുത്തി, കണ്ണേട്ടൻ്റെ അടുത്ത് മാർക്കോ ചെല്ലുമല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും മാർക്കോ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്നെല്ലാം അവരാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോനെ ഫോളോ ചെയ്ത് പോവുകയാണ് നമ്മുടെ മേഘനാഥനും കണ്ണനും. അങ്ങനെ മാർക്കോ മുമ്പിൽ പോകുന്നത് കണ്ടിട്ട് മേഘനാഥൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ്റെ വണ്ടിയിലോട്ട് എൻ്റെ വണ്ടി പാഞ്ഞു കയറുകയാണെങ്കിൽ ഇവൻ്റെ കഥ അതോടെ കഴിയും, എന്നാൽ കണ്ണനും ഇവനെയും ഒരു ദിവസം തന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ വളരെ സ്പീഡിൽ തന്നെ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ മാർക്കോയുടെ വണ്ടിയുടെ പിറകിലാണെങ്കിൽ കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട് മേഘനാഥൻ. ഇതെല്ലാം പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശിക്കാണെങ്കിൽ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ ശക്തി കൊണ്ട് തന്നെ മാർക്കോയ്ക്ക് ഒന്നും സംഭവിക്കാതെ മാർക്കോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ മേഘനാഥൻ മാർക്കോ മരിച്ചെന്ന് കരുതി വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. മാർക്കോ തെറിച്ച് വീഴുന്നത് കണ്ട് വളരെയേറെ ഭയപ്പെടുകയാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ മാർക്കോ എന്ന് വിളിച്ചുകൊണ്ട് അലറിക്കരയാണ്. അതേസമയം മേഘനാഥൻ പറയുന്നുണ്ട്, എടാ പോയി അവനെ രക്ഷിക്കടാ എന്ന് പറയുമ്പോൾ മാർക്കോനെ രക്ഷിക്കാനായിട്ട് കണ്ണന് പോകണമെന്നുണ്ടെങ്കിലും പക്ഷേ മേഘനാഥൻ്റെ മുന്നിൽ അത് പറ്റാത്തത് കൊണ്ട് കണ്ണൻ അവിടെ നിന്ന് അലറിക്കരയാണ്.
അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.